നിത്യ ലക്ഷ്മിക്ക് ഫോൺ ചെയ്ത് വിശേഷങ്ങൾ പറയുകയായിരുന്നു. അമ്മേ, അച്ഛനുണ്ടോ അവിടെ? ഇല്ല, സ്റ്റേഷനിൽ പോയതാ. അമ്മേ, പിന്നെ ഇന്ന് ഞാൻ ഇവിടെ പാടത്ത് വീണു. അവൾ ആ സംഭവം വിവരിച്ചു പറഞ്ഞു. ലക്ഷ്മിക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഇവിടുത്തെ അമ്മ ചെളിയായ ഡ്രസ്സ് ഞങ്ങളെക്കൊണ്ട് തന്നെ കഴുകിച്ചു. വാഷിംഗ് മെഷീനിൽ ഇടാൻ ഒന്നും സമ്മതിച്ചില്ല. അവസാനം ഞങ്ങൾ തന്നെ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടു. അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആകാശ് അങ്ങോട്ട് വന്നു. എന്നിട്ട് കട്ടിലിൽ ചാരിയിരിക്കുന്ന അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു. നിത്യ ഫോൺ ഇടത് കൈയിലേക്ക് മാറ്റി പിടിച്ചു. മറുകൈ കൊണ്ട് അവൻ്റെ തലയിലൂടെ വിരലോടിച്ചു കൊണ്ടിരുന്നു. ആകാശ് പതിയെ കണ്ണടച്ചു. സൂരജ് ആരുമറിയാതെ പുഴയിൽ വെച്ചു നിത്യയെ ശല്യം ചെയ്ത ചെറുപ്പക്കാരെ പൊക്കി. സൂരജിൻ്റെ കൂടെ എന്തിനും കൂട്ടുനിൽക്കുന്ന 2 പോലീസുകാരും ഉണ്ടായിരുന്നു. അവരെ പൊക്കിയപ്പോൾ തന്നെ അവർ കുറ്റം സമ്മതിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തു. സൂരജിൻ്റെ കൂടെയുള്ള പോലീസുകാർ അവരെ നന്നായി കൈകാര്യം ചെയ്തു വിട്ടു. കേസാക്കിയാൽ തങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം വരികയെന്ന് മനസ്സിലാക്കിയ അവർ എല്ലാം സഹിച്ചു നിന്നു. ഇനി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ ആരും അറിയാതെ തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസ് അവരെ വിട്ടയച്ചു. രാത്രി ഫുഡ് കഴിക്കുമ്പോൾ മാലതി വിശ്വനോട് ചോദിച്ചു, പിള്ളേർ കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിന് പോയിട്ടില്ലല്ലോ. നാളെ അവർ പോയിക്കോട്ടെ അല്ലേ? ഞാൻ അവരോട് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? വിശ്വൻ തിരിച്ചു ചോദിച്ചു. പിന്നെ കൂട്ടിച്ചേർത്തു, അവർ വലുതായി. ഇനി അവരുടെ കാര്യം അവർ തീരുമാനിച്ചോളും. നീ അതിലിടപെടേണ്ട. ഇതൊക്കെ ആകാശും നിത്യയും കേൾക്കുന്നുണ്ടായിരുന്നു. നിത്യ ആകാശിനെ നോക്കി. നിനക്ക് പോകണോ നിൻ്റെ വീട്ടിലേക്ക്? അവൻ ചോദിച്ചു. വേണമെന്നർത്ഥത്തിൽ അവൾ തലയാട്ടി. ഓക്കെ, എന്നാൽ നാളെ പോകാം. മറ്റന്നാൾ തിരിച്ചു വരാം. 2 ദിവസം അവിടെ നിൽക്കണമെങ്കിൽ ആയിക്കോ. എന്നും പോയി വരാൻ കഴിയില്ലല്ലോ. മോൾക്ക് പരീക്ഷ തുടങ്ങാറായില്ലേ? മാലതി പറഞ്ഞു. വിശ്വനും സമ്മതിച്ചു. നിത്യ മാലതിയുടെ നെറ്റിയിൽ തൻ്റെ നെറ്റി മുട്ടിച്ചു, നന്ദി സൂചകമായി. പക്ഷേ ഇടിച്ച സൗണ്ട് കുറച്ചു കൂടിപ്പോയി. മാലതിക്ക് ചെറുതായി വേദനിച്ചു. അപ്പോൾ നാളത്തെ പോക്ക് ക്യാൻസൽ. മാലതി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആകാശും വിശ്വനും ചിരിച്ചുപോയി. നിത്യ ഫുഡ് കഴിച്ചു കഴിഞ്ഞിരുന്നു. അവൾ എഴുന്നേറ്റ് കൈയും വായും കഴുകി ടവലിൽ തുടച്ചുകൊണ്ട് ഫുഡ് കഴിക്കുന്ന മാലതിയുടെ കഴുത്തിലൂടെ കൈ ചുറ്റി. പിന്നെ നെറ്റി കൊണ്ട് താൻ ഇടിച്ച ഭാഗത്ത് തടവി കൊടുത്തു. അവളുടെ കണ്ണു നിറഞ്ഞിരുന്നു. സോറി അമ്മ, അവൾ പറഞ്ഞുകൊണ്ട് മാലതിയുടെ കവിളിൽ ഉമ്മ വെച്ചു. പൊയ്ക്കോ, 2 ദിവസം കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വന്നോണം, അവൾ ഗൗരവത്തോടെ പറഞ്ഞു. താങ്ക്സ് അമ്മ. അവൾ തുള്ളിക്കളിച്ചുകൊണ്ട് മുകളിലേക്കോടി. അപ്പോൾ തന്നെ അവൾ തങ്ങൾ വരുന്ന കാര്യം അച്ഛനെയും അമ്മയെയും വിളിച്ചറിയിച്ചു. അവൾ ചെറിയൊരു ബാഗിൽ തൻ്റെയും ആകാശിൻ്റെയും 2-3 ജോഡി ഡ്രസ്സ് എടുത്തു വെച്ചു. പിറ്റേന്ന് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് അയൺ ചെയ്തു വെച്ചു. ആകാശും റൂമിലേക്ക് വന്നപ്പോൾ നിത്യ മുടി കെട്ടുന്ന ബ്ലാക്ക് റബ്ബർ ബാൻഡുമായി ആകാശിൻ്റെ അടുത്തെത്തി. അതേ അക്കുവേട്ട, എൻ്റെ മുടി ഒന്ന് കെട്ടിത്തരൂ പ്ലീസ്, അവൾ അവൻ്റെ മീശ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ മുഖം വെട്ടിച്ചു. തിരിഞ്ഞിരിക്കെ. അവൻ ഒരു ചീർപ്പെടുത്ത് അവളുടെ മുടി ചീകി ഭംഗിയായി പിന്നിട്ട് കൊടുത്തു. അവൾ തിരിഞ്ഞു അവനെ കഴുത്തിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് 2 കവിളിലും ഉമ്മ വെച്ചു. അവൻ ചിരിച്ചുപോയി. എന്ത് കാര്യം സാധിക്കാനുള്ളത് എൻ്റെ നിത്യക്കുട്ടിക്ക്? എന്തിനാ ഈ ഷോപ്പിംഗ്? അവൻ ചോദിച്ചു. അതേ അക്കുവേട്ട, അതെ, പിന്നെയുണ്ടല്ലോ, നമുക്കേ അച്ഛനെയും അമ്മയെയും കൂടി കൊണ്ടുപോകാം നമ്മുടെ കൂടെ, പ്ലീസ്. അവൻ ആശ്ചര്യത്തോടെ അവളെ നോക്കി. പോയി അച്ഛനോടും അമ്മയോടും ചോദിക്ക്, അവർക്ക് സമ്മതമാണെങ്കിൽ കൊണ്ടുപോകാം, അവൻ പറഞ്ഞു. നിത്യ തുള്ളി കളിച്ചുകൊണ്ട് വിശ്വൻ്റെ അടുത്തേക്ക് പോയി. അവിടെ മാലതിയും ഉണ്ടായിരുന്നു. അവൾ കാര്യം പറഞ്ഞു. മോളെ, ഞങ്ങൾക്ക് വരാൻ കഴിയില്ല, കൊയ്ത്തു കഴിഞ്ഞിട്ടില്ല, വിശ്വൻ പറഞ്ഞു. അവൾ പിണങ്ങി മുഖം വീർപ്പിച്ചു. അതു കണ്ട് വിശ്വൻ സമ്മതിച്ചു. എന്തോ അയാൾക്ക് അവളെ വിഷമിപ്പിക്കാൻ തോന്നിയില്ല. അപ്പോൾ അവൾ റൂമിലെത്തി അമ്മയ്ക്ക് ഫോൺ ചെയ്തു. ഇവിടുത്തെ അച്ഛനും അമ്മയും കൂടി തങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് അറിയിച്ചു. സൂരജിനും ലക്ഷ്മിക്കും സന്തോഷമായിരുന്നു. അവൾ ഫോൺ കട്ട് ചെയ്തു മേശപ്പുറത്ത് വെച്ചു. ആകാശ് കിടന്നിരുന്നു. നിത്യ അവൻ്റെ മേലേക്ക് കയറി കിടന്നു. ആകാശ് അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. തൻ്റെ അച്ഛനെയും അമ്മയെയും അവൾ കൂടെ കൂട്ടുന്നതിനും അവരെ സ്നേഹിക്കുന്നതിനും അവൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു. അവന് തൻ്റെ ഭാര്യയെ ഓർത്ത് അഭിമാനം തോന്നി. വേറെ ആര് ചെയ്യും ഇങ്ങനെ? കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ പോക്കാണ്. എല്ലാവരും പ്രൈവസിയാണ് ആഗ്രഹിക്കുക. ഇവൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തയാണ്.
നിത്യ ഉറങ്ങിയിരുന്നു. ലൈറ്റും ഓഫ് ചെയ്തുകൊണ്ട് അവനും കണ്ണടച്ചു. ഉറക്കത്തെ വരവേറ്റു. പിറ്റേന്ന് സൂരജ് ലീവെടുത്തു. അയാൾ രാവിലെ തന്നെ പോയി ചിക്കനും മട്ടനും മീനും പച്ചക്കറിയും എല്ലാം വാങ്ങി വന്നു. എല്ലാം ഒറ്റയ്ക്ക് വച്ചുണ്ടാക്കാൻ ലക്ഷ്മിയെ കൊണ്ടാവില്ലെന്ന് സൂരജിനറിയാം. അതുകൊണ്ട് അയാളും സഹായിച്ചു. ചിക്കനും മട്ടനും മീൻ കഷ്ണങ്ങളും വൃത്തിയാക്കാനും പച്ചക്കറി മുറിക്കാനുമൊക്കെ. വിശ്വൻ രാവിലെ തന്നെ പോയി തൻ്റെ പണിക്കാരിൽ പ്രധാനിയായ ഗോപിയെ കണ്ടു 2 ദിവസത്തെ പണി പറഞ്ഞേൽപ്പിച്ചു. പണിക്കാർക്ക് കൊടുക്കാനുള്ള കൂലിയും ഏൽപ്പിച്ചു. എല്ലാം താൻ നോക്കിക്കോളാമെന്ന് അയാൾ ഉറപ്പു കൊടുത്തു. ഗോപിയെ വിശ്വന് വളരെ കാര്യമാണ്. അയാളെ വിശ്വസിക്കാമെന്ന് വിശ്വന് അറിയാം. വിശ്വൻ തിരിച്ചു വന്ന് കുളിക്കാൻ കയറി. മാലതിയുടെ കുളി കഴിഞ്ഞിരുന്നു. അവർ തൻ്റെയും വിശ്വൻ്റെയും 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് പാക്ക് ചെയ്തു വെച്ചു. സമയം 8 മണി ആകുന്നതേ ഉള്ളൂ. എല്ലാവരും ചായ 7 മണിക്ക് മുമ്പ് കഴിച്ചിരുന്നു. മാലതി കിച്ചൺ ഒതുക്കി. നിത്യ ഒരു സിൽവർ സ്റ്റോൺ പതിപ്പിച്ച ബ്ലാക്ക് ഷിഫോൺ സാരിയാണ് ധരിച്ചത്. ആകാശാണ് അതവളെ ഭംഗിയായി ഉടുപ്പിച്ചത്. അവൾ തങ്ങളുടെ ബാഗ് ഉമ്മറത്തു കൊണ്ടുവച്ചു. മാലതിയും എത്തി. ഷർട്ടും പാൻറ്റും ധരിച്ചു. വിശ്വനും എത്തി. എന്നിട്ടും ആകാശിനെ കണ്ടില്ല. നിത്യ അവനെ തിരഞ്ഞുപോയി. ആകാശ് അവളെ കാത്തു അവിടെ ഉണ്ടായിരുന്നു. എല്ലാം എടുത്തു വച്ചില്ലേ? അവൻ ചോദിച്ചു. അവൾ മൂളി. അവൻ അവളെ കെട്ടിപ്പിടിച്ചു. ചുണ്ടിൽ ഉമ്മ വെച്ചു. പിന്നെ അവളെ തിരിച്ചു നിർത്തി അവളുടെ മുടി ഭംഗിയിൽ കെട്ടിക്കൊടുത്തു. അവൻ ഗൂഗിളിൽ നോക്കി പഠിച്ചതാണത്. പിന്നെ ലൈറ്റായി മേക്കപ്പ് ഇട്ടുകൊടുത്തു. ഒരു ചെറിയ നെക്ലേസും ഇട്ടുകൊടുത്തു. നെറ്റിയിൽ കട്ടിയിൽ സിന്ദൂരവും ചാർത്തി കൊടുത്തു. എല്ലാം കഴിഞ്ഞു. കണ്ണാടിയിൽ നോക്കിയ നിത്യ അത്ഭുതപ്പെട്ടു. ഇത് താൻ തന്നെയാണോ? എന്തൊരു മാറ്റം! ആകാശ് നിത്യയുടെ കൈയും പിടിച്ച് പോർഷയുടെ കീയും എടുത്ത് പുറത്തേക്കിറങ്ങി വാതിലടച്ചു ലോക്ക് ചെയ്തു. അപ്പോഴേക്കും വാതിലും ജനലുമൊക്കെ അടച്ചു പൂട്ടി ലൈറ്റും ഓഫ് ചെയ്തു. മാലതിയും എത്തി. എല്ലാവരും പുറത്തിറങ്ങിയപ്പോൾ വിശ്വൻ മെയിൻ ഡോർ അടച്ചുപൂട്ടി. താക്കോൽ മാലതിയെ ഏൽപ്പിച്ചു. ആകാശ് പോയി പിന്നിലെ പോർച്ചിൽ നിന്ന് പോർഷെ മുറ്റത്ത് കൊണ്ടുവന്നിട്ടു. അവൻ ബാഗുകൾ ഡിക്കിയിൽ വെച്ചു. മാലതിയും വിശ്വനും പിന്നിൽ കയറി. നിത്യ മുന്നിലും. ആകാശ് കാർ മുന്നോട്ടെടുത്തു. പാലക്കാട്ട് നിന്നും എറണാകുളത്തേക്ക് 3 മണിക്കൂർ ദൂരമുണ്ട്. പകുതി വഴി എത്തിയപ്പോൾ അവർ ഒരു ഹോട്ടലിൽ കയറി ചായ കുടിച്ചു. സൂരജിനും ലക്ഷ്മിക്കും ഡ്രസ്സും വാങ്ങി. പലതരം പലഹാരങ്ങളും വാങ്ങി. അവർ പിന്നെയും യാത്ര തിരിച്ചു. 11 മണിയോടെ അവർ നിത്യയുടെ വീട്ടിലെത്തി. ഗേറ്റ് തുറന്നിട്ടിരുന്നു. ആകാശ് കാർ മുറ്റത്ത് കൊണ്ടു നിർത്തി. എല്ലാവരും ഇറങ്ങി. ബാഗുകളും എടുത്തു. ഡ്രസ്സും പലഹാരങ്ങളും എടുത്തു. ആകാശ് കാർ പോർച്ചിൽ കൊണ്ടിട്ടു. സൂരജും ലക്ഷ്മിയും ഇറങ്ങി വന്നു. അവർ സ്വീകരിച്ചു. വിശ്വനും സൂരജും പരസ്പരം കെട്ടിപ്പിടിച്ചു. മാലതിയെ ലക്ഷ്മി കയ്യിൽ പിടിച്ചു അകത്തേക്ക് കയറ്റി. അവരുടെ ബാഗും വാങ്ങി കയ്യിൽ പിടിച്ചു. സൂരജ് ആകാശിന് ഷേക്ക് ഹാൻഡ് നൽകി അവനെ ചേർത്ത് പിടിച്ചു. നിത്യ ബാഗും കയ്യിൽ പിടിച്ചു മുഖം വീർപ്പിച്ച് നിൽക്കുകയായിരുന്നു. ആകാശ് അവളുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി കയ്യിൽ പിടിച്ചു. മാലതി പലഹാരങ്ങളും ഡ്രസ്സും അടങ്ങിയ കവറുകൾ ലക്ഷ്മിയെ ഏൽപ്പിച്ചു. ഇതൊന്നും വേണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും വന്നതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. ലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞു. എല്ലാവരും സെറ്റിൽ വന്നിരുന്നു. മാലതി ചുറ്റുമൊന്ന് നോക്കി. ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച വളരെ വലിയ ഒരു വീടായിരുന്നു അത്. ലക്ഷ്മി മാലതിയുടെ ബാഗ് താഴെയുള്ള ഒരു റൂമിൽ കൊണ്ടുവച്ചു. പിന്നെ കിച്ചണിൽ പോയി നേരത്തെ തയ്യാറാക്കി വെച്ച ജ്യൂസ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഗ്ലാസുകളിൽ പകർന്നു എല്ലാവർക്കും കൊടുത്തു. പിന്നാലെ സൂരജും പലഹാരങ്ങൾ എടുത്തു വച്ച ട്രേയുമായി വന്നു. നിത്യ നേരെ ബാഗുമായി അവളുടെ റൂമിലേക്ക് പോയി. അവൾ സൂരജിനെയും ലക്ഷ്മിയെയും മൈൻഡ് ചെയ്തതേയില്ല. അതു കണ്ട് ലക്ഷ്മി പുഞ്ചിരിച്ചു. ആകാശ് മുകളിൽ റൂമിലേക്ക് പോയി. നിത്യ ഡ്രസ്സ് പോലും മാറാതെ കട്ടിലിൽ മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട്. ആകാശ് അവളുടെ അടുത്തിരുന്നു. എന്താടി? അവൻ ചോദിച്ചു. അച്ഛനും അമ്മയും എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. അവർക്ക് ഇപ്പോൾ എന്നെ വേണ്ടല്ലോ, അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയല്ല, വീട്ടിലാദ്യമായി ഒരാൾ വരുമ്പോൾ നമ്മൾ അവരെയല്ലേ ആദ്യം കെയർ ചെയ്യേണ്ടത്. അപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ ആദ്യം വരുമല്ലേ, അപ്പോൾ അവരെ അല്ലേ ആദ്യം സ്വീകരിക്കേണ്ടത്, അവൻ ചോദിച്ചു. അവൾ മൂളി. ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഒരു കുറവും വരാതെ നോക്കേണ്ടത് നിൻ്റെ കൂടി കടമയാ. അവർക്ക് ഇവിടെ സ്വന്തം വീട് പോലെ തോന്നണം, അവൻ ഒന്നുകൂടി ഊന്നി പറഞ്ഞു. എന്നാൽ എൻ്റെ മോള് ഡ്രസ്സ് മാറ്റി വാ, നമുക്ക് താഴേക്ക് പോകാം. നിത്യ എഴുന്നേറ്റു. സാരിയിലെ പിന്നഴിക്കാൻ ആകാശം സഹായിച്ചു.
അവൾ മാറ്റാനുള്ള ലെഗിനും ടോപ്പും എടുത്ത് ബാത്റൂമിൽ കയറി ഡ്രസ്സ് മാറ്റി ഇറങ്ങി. അപ്പോഴേക്കും ആകാശം ഡ്രസ്സ് മാറ്റിയിരുന്നു. ഒരു ടീഷർട്ടും ട്രാക്ക് പാൻറ്റുമാണ് അവനിട്ടത്. നിത്യ അവനഴിച്ചിട്ട ഡ്രസ്സ് ചുളുകു നിവർത്തി ഹാങ്ങറിൽ തൂക്കിയിട്ടു. തൻ്റെ സാരിയും ഒരു വിധത്തിൽ മടക്കി വെച്ചു. ആകാശ് താഴേക്ക് പോയി ഹാളിൽ ചെന്നിരുന്നു. അപ്പോഴേക്കും വിശ്വനും മാലതിയും ഡ്രസ്സ് മാറ്റിയിരുന്നു. മാലതി കിച്ചണിൽ ലക്ഷ്മിയെ സഹായിക്കുന്നുണ്ട്. വിശ്വൻ ഹാളിൽ സൂരജുമായി സംസാരത്തിലാണ്. നിത്യ മുടി അഴിച്ചിട്ടു. സ്വയം കെട്ടാൻ നോക്കിയിട്ട് അവൾക്ക് തൃപ്തിയാവുന്നില്ല. ഇനി അത് കെട്ടാൻ ആകാശ് തന്നെ വേണം. അക്കുവേട്ടാ, അവൾ ഉറക്കെ വിളിച്ചു കൂവി. മോള് വിളിക്കുന്നുണ്ട്, സൂരജ് പറഞ്ഞു. ആകാശ് എഴുന്നേറ്റു വീണ്ടും മുകളിലേക്ക് കയറി. റൂമിൻ്റെ വാതിൽക്കൽ എത്തിയതും നിത്യ അവനെ പിടിച്ചു വലിച്ചു കട്ടിലിൽ കൊണ്ടിരുത്തി ചീർപ്പും കയ്യിൽ കൊടുത്തു. പിന്നെ അവൻ്റെ മുന്നിൽ തിരിഞ്ഞിരുന്നു. അവന് കാര്യം മനസ്സിലായി. അവൻ മുടി വൃത്തിയായി ചീകി മുകളിലേക്ക് വെച്ചു ക്രാബ് ഇട്ട് കൊടുത്തു. നിനക്ക് കുടിക്കാനൊന്നും വേണ്ടേ? കട്ടിലിൽ അവൾ മടക്കി വെച്ച സാരി നല്ലതുപോലെ മടക്കി വയ്ക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു. അവൾ മൂളിക്കൊണ്ട് ആകാശിൻ്റെ കൈയും പിടിച്ച് താഴേക്കിറങ്ങി. ലക്ഷ്മി അവൾക്കുള്ള ജ്യൂസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ നിത്യ അത് വേഗം എടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചു. ഗ്ലാസ് കിച്ചണിൽ കൊണ്ടുപോയി കഴുകി വെച്ചു. സൂരജും ലക്ഷ്മിയും ചിരിച്ചുപോയി. വിശ്വനും മാലതിക്കും കാര്യം മനസ്സിലായില്ല. ആകാശ് ചിരി വന്ന് ചുണ്ട് കടിച്ചമർത്തി. അത് അവളെ മൈൻഡ് ചെയ്യാത്തതിലുള്ള പ്രതിഷേധമാ. അവൾ ഹോസ്റ്റലിൽ നിന്ന് വന്നാൽ ഇടയ്ക്കിങ്ങനെ ഉണ്ടാവാറുള്ളതാ. ഇപ്പോൾ തന്നെ ശരിയാവും, സൂരജ് പറഞ്ഞു. വിശ്വനും മാലതിയും ചിരിച്ചുപോയി. നിത്യ ആരെയും മൈൻഡ് ചെയ്യാതെ നേരെ ആകാശിൻ്റെ അടുത്ത് വന്നു അവൻ്റെ കയ്യും പിടിച്ച് പുറത്തിറങ്ങി പുഴക്കരയിലേക്ക് പോയി. കുറച്ചു നേരം കരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആകാശിന് ചൂണ്ടയിടാൻ ഒരാഗ്രഹം. ചൂണ്ട ഉണ്ടെങ്കിൽ മീൻ പിടിക്കായിരുന്നു അല്ലേ? അവൻ ചോദിച്ചു. അതൊക്കെ പിന്നെ, ഇപ്പോൾ അച്ഛനും അമ്മയും എന്നോട് മിണ്ടാനുള്ള വഴി പറഞ്ഞു താ. അവൾ മുഖം വീർപ്പിച്ചു. അവിടെ പാലക്കാട്ട് അച്ഛനും അമ്മയും ഉണ്ട്. അവർക്ക് മിണ്ടാൻ നീ ഇവിടെ വന്നിരുന്നാൽ അവർ മിണ്ടുമോ? അതിന് അടുത്തുപോയി നിൽക്ക്, എപ്പോൾ അവർ നിന്നോട് മിണ്ടിക്കോളും, ആകാശ് പറഞ്ഞു. നിത്യ അവൻ്റെ കൈവണ്ണയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ മേലേക്ക് ചാരിക്കൊണ്ട് അകത്തേക്ക് നടന്നു. സൂരജ് അവളെ മൈൻഡ് ചെയ്തതേയില്ല. ലക്ഷ്മിയും അവളുടെ ഭാഗത്തേക്ക് നോക്കിയില്ല. നിത്യ മുഖം വീർപ്പിച്ചുകൊണ്ട് വിശ്വൻ്റെയും മാലതിയുടെയും ഇടയിൽ കയറിയിരുന്നു. ആകാശ് ചിരിച്ചുകൊണ്ട് സൂരജിൻ്റെ അടുത്തിരുന്നു. ലക്ഷ്മി കിച്ചണിലേക്ക് പോയപ്പോൾ മാലതിയും കൂടെ പോയി. ലക്ഷ്മി സമ്മതിച്ചില്ല. നിത്യ തൻ്റെ റൂമിലേക്ക് പോയി. സൂരജ് വിഷമത്തോടെ അത് നോക്കിയിരുന്നു. ആകാശ് അയാളുടെ കയ്യിൽ മെല്ലെ ഒന്ന് തട്ടി. ഇത് കുറച്ച് സമയമേ ഉള്ളൂ, ഇപ്പോൾ ശരിയാവും. അവൾക്ക് അധിക നേരം മിണ്ടാതെ ഇരിക്കാൻ കഴിയില്ല, ആകാശ് പറഞ്ഞു. സൂരജ് നിരാശയോടെ മൂളി. ആകാശ് എഴുന്നേറ്റ് നിത്യയുടെ അടുത്തേക്ക് പോയി. നിത്യ ചോദിക്കുന്നതിനൊന്നും ആകാശ് മറുപടി പറഞ്ഞില്ല. എന്ന് മാത്രമല്ല അവളെ മൈൻഡ് പോലും ചെയ്തില്ല. അവൾ ആകാശിൻ്റെ അടുത്തേക്ക് ചെന്നു ദേഷ്യത്തോടെ ചോദിച്ചു. എന്നെ കാണുന്നില്ലേ? ഞാൻ ചോദിക്കുന്നതൊന്നും കേൾക്കുന്നില്ലേ? എൻ്റെ കണ്ണിനും ചെവിക്കുമൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ നിൻ്റെ അച്ഛനും അമ്മയും അവിടെ വിഷമിച്ചിരിക്കുന്നത് നീ കാണുന്നില്ലേ? അത് നിൻ്റെ കണ്ണിൻ്റെ കുഴപ്പം കൊണ്ടാണോ? നിനക്ക് എത്രത്തോളം വിഷമമുണ്ട് അത്രത്തോളം വിഷമം നീ അവോയ്ഡ് ചെയ്യുമ്പോൾ അവർക്കുമില്ലേ? ആകാശ് ചോദിച്ചു. നിത്യ കരഞ്ഞു. പോയി അവരെ സമാധാനിപ്പിക്കുക ആദ്യം, എന്നിട്ട് എന്നോട് സംസാരിക്കാൻ വന്നാൽ മതി, ആകാശ് കർക്കശ സ്വരത്തിൽ പറഞ്ഞു. നിത്യ കരഞ്ഞുകൊണ്ട് താഴേക്ക് ഓടിപ്പോയി സെറ്റിലിരുന്ന സൂരജിൻ്റെ മടിയിലേക്ക് ചെന്ന് വീണു. സൂരജ് ചിരിച്ചുകൊണ്ട് അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. അയാളുടെ കണ്ണും നിറഞ്ഞിരുന്നു. ഇതെല്ലാം മുകളിലെ കൈവരിയിൽ ചാരി നിന്ന് ആകാശ് പുഞ്ചിരിയോടെ മാറിൽ കൈ കെട്ടിക്കൊണ്ട് നോക്കി നിന്നു. ആ പുഞ്ചിരി അധിക സമയം നിലനിൽക്കില്ലെന്ന് അവൻ അറിഞ്ഞില്ല.